സക്രിയ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സക്രിയ ജോർജ്, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ എന്ത് നാടകവും കടിക്കാം, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ താൻ തെറ്റുകാരനല്ലെന്ന് വിധി എഴുതി കഴിഞ്ഞു, അങ്ങനെ കരുതുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. 12-ന് വീണ്ടും ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം പരിഗണിക്കുകയാണ്. ജാമ്യം നൽകിയ വിഷയത്തിൽ വീണ്ടും കോടതി നേരിട്ട് സ്വമേധയാ ഇത് വീണ്ടും പരിഗണിക്കുന്നു എന്ന അസാധാരണത്വം ഇതിലുണ്ട്. സ്വാഭാവികമായും ജാമ്യ വ്യവസ്ഥകളിൽ പുതിയ നിയന്ത്രണങ്ങളും പുതിയ നിർദ്ദേശങ്ങളും കടന്നു വരാനുള്ള സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൾക്കാര് എത്ര സ്വാധീനമുള്ളവരാണേലും എത്ര സമ്പന്നരാണേലും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. നമ്മളുടെ പൗരത്വം ആകണമെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ പൗരത്വത്തിന് യഥാർത്ഥത്തിൽ മാന്യത ഉണ്ടാവുള്ളൂ. നമ്മൾ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും എല്ലാം സിസ്റ്റം ഇതെല്ലാം അതീതമാണെന്നും പണത്തിനും മേളിൽ പരുന്തും പറക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഒരു പരിധിവരെ കോടതികള് ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കാം. പക്ഷേ തീർത്തും കോടതിയെ അവഹേളിക്കുന്ന രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ ചെയ്താൽ കോടതിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ രാജ്യത്തെ നിയമത്തിന്റെ എന്താണെന്ന് അത്തരത്തിൽ നിയമം ലംഘിക്കുന്നവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. നമുക്ക് പറയാം ബെയില് റൈറ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ ബെയില് റൈറ്റ് ആകും കുറ്റകൃത്യത്തിന്റെ സാമൂഹിക പശ്ചാത്തലം. കാരണം നാളെ അത് സമൂഹത്തില് ദോഷമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് വളരെ മഹത്തരമായ ഇടപെടലിലൂടെ വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കണം. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം കോടതി കഴിഞ്ഞ ദിവസം ഇന്നലെ ജാമ്യം കൊടുക്കുന്നു. അതൊരു കൺസിഡറേഷനാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ബിസിനസ് ശൃംഖലയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അനേകം പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതമൊക്കെ മുട്ടിപ്പോകും. പെട്ടെന്ന് ഇതെല്ലാം അടച്ചു പൂട്ടുന്ന ഒരു കാര്യം വന്നാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനെ അത് ബാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ നോക്കി ഒരു ചെറിയ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് ബെയില് തന്നത്. അപ്പൊ ആ ബെയില് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും കോടതിയുടെ ഉത്തരവിനെ ശിരസ വഹിച്ചുകൊണ്ട് ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങി വന്ന് കോടതി തന്ന നിർദ്ദേശങ്ങൾ, കാര്യം കണ്ടീഷണൽ ബെയിലാണ്, അതനുസരിച്ചിട്ട് പോകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ചെല്ലണമെന്നും അവർ പറയുന്ന കാര്യങ്ങൾ, നിയമപരമായി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നും ഉള്ളൊരു സത്യമാണ്. അപ്പൊ ഇത് ലംഘിച്ചു പോകുന്നു എന്ന് കോടതിക്ക് തോന്നിയാല് കോടതി തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നിയമത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. കാരണം ഇതെല്ലാം ഡിറ്ററന്റ് എഫക്റ്റ് ഉണ്ടാക്കണം. നാളെ വേറൊരാൾ ചെയ്യുമ്പോഴും അയാൾക്കും എന്തും ചെയ്യാന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ റൂൾ ഓഫ് ലോയെ വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഇന്ന് എനിക്കിതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇതിലെ കേസ് എടുത്തത് 4.5 മാസം കഴിഞ്ഞാണ്. ഞാൻ നിയമപരമായിട്ട് സംസാരിക്കുവാണ്. ലളിതകുമാരി കേസിന്റെ ജഡ്ജ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വെച്ചുകൊണ്ട് സർക്കുലർ 5/2018 പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ 4.5 മാസം കഴിഞ്ഞിട്ടാണ് ഇതിലെ പരാതിക്കാരി പരാതി കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു ലീഗൽ പോയിന്റ് ആണ്. കാരണം സുപ്രീം കോടതി പറഞ്ഞ് പോലീസ് ഇറക്കിയ ആ 5/2018 സർക്കുലറിനെ മാനിക്കേണ്ട ഒരു കാര്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ നിയമം നടപ്പാക്കുമ്പോൾ നമ്മൾ ഉള്ള നിയമങ്ങളെല്ലാം പഠിച്ച് വളരെ പക്വതയോടുകൂടി വേണം ചെയ്യാൻ. ഇപ്പം ചിലപ്പം ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഒരു ഡയറക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഉടനെ പോലീസ് പോകേണ്ട കാര്യമില്ല. കാര്യം പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, the commitment, devotion and accountability of the police shall be only to the rule of law. ഈ രാജ്യത്തെ നിയമത്തിനോട് മാത്രമേ ഉള്ളൂ പോലീസിന് ഉത്തരവാദിത്വം. കാരണം വേറൊരു ജഡ്ജ്മെന്റിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ പോലീസ് ഓഫീസർ ഈസ് നോട്ട് ദ സെർവന്റ് ഓഫ് എനിവൺ ബട്ട് സേവ് ഓഫ് ദ ലോ ഇറ്റ്സെൽഫ്.
നമ്മളാണ് നിയമത്തെ രക്ഷിക്കേണ്ടത്. നമ്മൾ നിയമത്തെ മാനിക്കണം. ഏത് നിയമം നടപ്പാക്കുമ്പോഴും ഈ രാജ്യത്തുള്ള നിയമങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഭരണാധികാരികളൊക്കെ എന്തെങ്കിലും ഒക്കെ പറയുമായിരിക്കും, അവർക്കൊക്കെ പൊളിറ്റിക്കൽ ഇന്റൻഷനോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം അവരുടെ ഒന്നും കാര്യങ്ങൾക്ക് വീഴാതെ ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ. അസീജ ബീഗം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ജഡ്ജ്മെന്റിനകത്ത് സുപ്രീം കോടതിയുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എവറി സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് ഹിസ് ഓർ ഹെർ കേസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. അതെ, താങ്കൾ സൂചിപ്പിക്കുന്നത് ഈ കേസിൽ പോലീസിന്റെ നീക്കത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു എന്നതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? പിഴവ് എന്നല്ല ഞാൻ പറഞ്ഞത്, പാലിക്കേണ്ടതായിട്ടുള്ള സർക്കുലർ 5/2000 3 മാസത്തിനുള്ളിൽ ഇപ്പൊ ഒരാളുടെ ശരീരത്ത് തൊട്ടു എന്ന ഒരു കാര്യം പറയുമ്പോൾ 3 മാസം കഴിഞ്ഞിട്ടല്ലല്ലോ മനസ്സിലാകുന്നത് എന്റെ ദേഹത്ത് അന്നേരം തൊട്ടതാണെന്ന് ഉള്ളത്. നമുക്ക് തന്നെ അറിയാം, ഹ്യൂമൻ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണ്. നമ്മൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ അത് എത്തുന്നു. അത് തലച്ചോറിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി തൊട്ടെന്ന്. ആ തൊട്ടത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അൺവാണ്ടഡ് ടച്ച് ആണെങ്കിൽ അപ്പം തന്നെ അത് പ്രതികരിക്കണം. പിന്നെ ഓരോ കാര്യങ്ങള് കമന്റ് ഒക്കെ അടിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ ഒക്കെ നിർത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ അതൊന്നും ഇരയുടെ തെറ്റല്ല. പക്ഷെ പോലീസ് ഇത് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രിലിമിനറി എൻക്വയറി സുപ്രീം കോടതി ലളിതകുമാരിയിലെ വിധി പ്രകാരം പറഞ്ഞ അതിനനുസൃതമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൂ. ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. കാര്യം അടുത്തത് മദൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസിനകത്തും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, the body of a woman is her temple. Nobody has the right to intrude. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എല്ലാം ടൈമിൽ ചെയ്യണം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞ ഫിലോസഫി പോലെ, അല്ലെങ്കിൽ ആക്ഷൻ വിത്തൗട്ട് ഡിലേ ഈസ് ദ സോൾ ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്ന പോലെ എല്ലാം കൃത്യമായി ചെയ്യട്ടെ. നമ്മൾക്ക് മറ്റൊരാൾക്ക് ഇതിനകത്ത് അഡ്വാൻറ്റേജ് എടുക്കാനോ കാര്യങ്ങൾക്കോ കൊടുക്കാതെ പോലീസ് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും പറയുന്ന നിയമപ്രകാരവും സർക്കുലർ പ്രകാരവും എല്ലാം ചെയ്യണം. ഇപ്പൊ DGP ഇഷ്ടപ്രകാരം എഴുതിയതല്ല, ലളിതകുമാരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരമാണ് സർക്കുലർ 5/2018 ഇറക്കിയത്. അത് വളരെ മഹത്തരമാണ്. അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യണം. അപ്പൊ ഹറിബറിയിലൊന്നും ചെയ്യാതെ പോലീസ് നോക്കി കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് പ്രതികള് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു അവസ്ഥയും ഇരയ്ക്ക് പിന്നെ ചിലപ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ നീതി നിഷേധിക്കാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും ഈ കേസിൽ സംഭവിച്ച ഒരു പക്ഷേ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കൃത്യമായി തന്നെ വരുന്നു. അതിന്റെ വകുപ്പുകൾക്കും അപ്പുറം ആ മെറിറ്റ് പരിഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നിമിഷങ്ങളിലും സംഭവിച്ചത് എന്ന് നമുക്ക് കരുതാം. സെക്രട്ടറി ജോർജ്, ഒരു കാര്യം കൂടി, ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശവും ഹൈക്കോടതി കയറുന്നതിനേക്കാളും നല്ലത് ട്രയൽ കോർട്ടിന് അത് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഞാൻ പല ജഡ്ജ്മെന്റിലും കണ്ടിട്ടുണ്ട്, ഹൈക്കോടതിയിലെ ചില ഉത്തരവുകളിനകത്ത് എഴുതിയിട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ ഈ വിധിയുടെ പിന്നെ വാക്കുകൾ കൊണ്ട് പിന്നെ ഇൻഡിപെൻഡന്റ് ട്രയൽ പാടില്ല എന്ന് പറയുന്നതും, ഹൈക്കോടതി താഴെ കോടതിയുടെ മേളിലോട്ട് ഈ ആന്റിസിപ്പേറ്ററി ബെയിലും കാര്യങ്ങളും വരുമ്പം അല്ലെങ്കിൽ ബെയിൽ വരുമ്പോൾ പറഞ്ഞ അവരെ ഒരു പ്രത്യേക ഒരു ചുറ്റുകെട്ടിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ എന്താണെന്നുള്ള കാര്യം. ട്രയൽ വരത്തക്കവണ്ണം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി ബെയിലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പർട്ടിക്കുലർ ഫാക്ടർ പിന്നെ ട്രയലിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഇത് ട്രയൽ കോർട്ട് ഈസ് അറ്റ് ദെയർ ഫ്രീഡം to try this case and decide എന്ന് പറയുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മഹത്തരം ഉയർത്തിപ്പിടിക്കുകയാണ്. അല്ല, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചത്, ഇത് ഇപ്പം നമുക്ക് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം നടത്തിയ പരാമർശവും അതിനുള്ള നിയമ നടപടികളും, പക്ഷേ അതിന് പിന്നാലെ ഉണ്ടായതറിയാം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടായി. ഇപ്പം രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ നടത്തിയ പരാമർശം, അതിന്മേൽ പിന്നീട് പരാതി ഉണ്ടാവുകയും അത് പോലീസ് കേസെടുക്കാനുള്ള ആലോചനയിലുമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം പൊതുവിടങ്ങളിൽ എന്ത് തരം പരാമർശവും നടത്താം, അതിനെ പിന്തുണച്ച് നിലപാടെടുക്കാം എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയായി ഈ കേസ്, ഇതിന്റെ തുടർച്ച, ഇതിന്റെ ഭാവി മാറുന്നു എന്നത് അങ്ങനെ കൂടി പരാമർശിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും സ്ത്രീയുടെ മാന്യതയും അവരുടെ അന്തസ്സും ഒക്കെ ഉയർത്തിപ്പിടിക്കാനായിട്ട് പോലീസിനും നമ്മുടെ ഭരണവർഗത്തിനും അതുപോലെ തന്നെ കോടതിക്കും എല്ലാം ഉത്തരവാദിത്വമുണ്ട്.
അതുപോലെ പൗരനും മറ്റുള്ളവരെ ചെയ്യണം. നമ്മൾ പറയുന്നുണ്ടല്ലോ ജെൻഡർ റെസ്പെക്ട്. ആണ് സ്ത്രീകൾ പുരുഷനെയും ബഹുമാനിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് വേണം. നമ്മള് വലിയ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ, സ്ത്രീ പുരുഷ സമത്വവും പറയുമ്പോൾ നമ്മൾ ഈ ജെൻഡർ റെസ്പെക്റ്റിലൂടെ നമ്മൾ കാണണം. പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കുക, സ്ത്രീ പുരുഷനെയും ബഹുമാനിക്കുന്നത് ഒക്കെ നമുക്കറിയാമല്ലോ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന്. അങ്ങനെ നല്ലൊരു സംസ്കാരം നമ്മുടെ ഇവിടെ ഉണ്ടാകട്ടെ. ഇതൊക്കെ തെറ്റിലേക്ക് പോകാതെ കൂടുതൽ ശരികളിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ ഇത്തരത്തിലുള്ള വിധികളൊക്കെ ജനങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. യെസ്, എന്തായാലും സക്രിയ ജോർജാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.